ഹലോ ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് ചെറുപയർ വെച്ചിട്ട് നല്ലൊരു വട ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, എല്ലാം ആണ്. അപ്പോൾ ചെറുപയർ വെച്ചിട്ട് പല പലഹാരങ്ങളും ഉണ്ടാക്കും, അതുപോലെ പായസം വെക്കും, അങ്ങനെ എല്ലാതും ഉണ്ടാക്കും. അപ്പോൾ അതിന്നൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ വട. എന്ന് വെച്ചാൽ പുറത്തൊരു ക്രിസ്പി ആയിട്ടും അകം ഒരു സോഫ്റ്റ് ആയിട്ടുമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ചെറുപയർ കുതിർത്തി കഴുകി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൂടുതൽ നേരം അരച്ചെടുക്കണ്ട, പേസ്റ്റ് ആക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. എന്ന് വെച്ചാൽ നമ്മൾ വട കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കണ്ടേ, അപ്പോൾ ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താൽ മതി. ഇതുപോലെ അരക്കണം കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഈ അരച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉള്ളിയും ഒക്കെ കട്ട് ചെയ്യണം കേട്ടോ. അത് ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക, ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം അതും ഇതുപോലെ തന്നെ നല്ല പേസ്റ്റ് ആക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇങ്ങനെ ആയാൽ മതി കേട്ടോ. അതെങ്ങനെ ആയിട്ട് നമുക്ക് ഈ ചെറുപയറിലോട്ട് ഇതിട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു 2 സ്പൂണോളം കടലമാവും ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും മിക്സാക്കി എടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിൽ വട ഉണ്ടാക്കുന്ന പോലെ കയ്യിൽ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ടിയിൽ പരത്തണം കേട്ടോ കയ്യിൽ. ഇതുപോലെ ഞാൻ ഇത്ര റൗണ്ട് വട്ടം എടുത്തിട്ടുള്ളൂ. ഇതിൽക്കും കുറച്ചുകൂടി വട്ടം കൂട്ടണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് നല്ല ഇതേ കളറായിരിക്കുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വടയാണ് കേട്ടോ ഇത്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഞാനിതൊക്കെ കോരിയെടുക്കുമ്പോൾ ഇവിടെ വേറൊരു കലാപരിപാടി നോക്കി എൻ്റെ മോൻ്റെ ഗ്യാസും ചട്ടിയൊക്കെയാണ്. അതിലൊരു കീയൊക്കെ ഇട്ടിട്ട് ഇത് ഇളക്കി മറിക്കുന്നുണ്ട്. ഞാനിപ്പോഴാട്ടോ ശ്രദ്ധിക്കണേ. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ അതിലേക്ക് ഈ വടയ്ക്ക് എൻ്റെ മോൾക്ക് കുറച്ച് ചട്നിയും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ചട്നി ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചട്ടിയിലിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിലിട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ചമ്മന്തി കൂടി കേട്ടോ അത്. അപ്പോൾ കെച്ചപ്പൊന്നുമില്ല, വീട്ടിൽ കഴിഞ്ഞേക്കണം. അപ്പോൾ കെച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് അവളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ സാധിച്ചെടുക്കണ്ടേ, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക തന്നെ. അപ്പോൾ അവൾ പറഞ്ഞ പോലെ സംഭവം നല്ല ഉഷാറാണ് കേട്ടോ. ചമ്മന്തി കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിച്ച് അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.